പി കെ ശശി UDF-ലേക്ക് പോകുമെന്നും അതുപോലെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ സജീവമായി തന്നെ ഇപ്പോഴും കേൾക്കുന്നുണ്ട്. ഇതിന് മധ്യസ്ഥത വഹിക്കുന്നത് മുസ്ലിം ലീഗ് ആണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒറ്റപ്പാലത്തായിരിക്കാം പി കെ ശശി കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നത് എന്നും വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ അദ്ദേഹം കൃത്യമായി കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പിതൃതുല്യനാണ്, അതുപോലെ തന്നെ MP ഗോവിന്ദൻ പറഞ്ഞ ചില കാര്യങ്ങളാണ് തനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത്. പക്ഷേ നമുക്കറിയാം KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെക്കുന്നതിന് മുൻപ് തന്നെ പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങി കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എത്രയൊക്കെ പാർട്ടിയിൽ നിന്നും വിട്ടു പോരില്ല എന്ന് പറഞ്ഞാലും നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കില്ല. കോൺഗ്രസിന്റെ മറ്റൊരു വിസ്മയമായി പി കെ ശശി മാറില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുമോ? ഹർഷ, ഈ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്തെ ചില അനുഭവങ്ങൾ എൻ്റെ ചില സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് പാർട്ടിക്ക് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുന്ന, ഒരു സംഘടനയ്ക്ക് വിഷയം ഉണ്ടാകുന്ന ഒരു ജില്ലയിൽ, ഇപ്പോൾ കരുനാഗപ്പള്ളിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ കൊല്ലത്തായിക്കോട്ടെ, അല്ലെങ്കിൽ ആലപ്പുഴ ആയിക്കോട്ടെ, അവിടെ ഇങ്ങനെ പാർട്ടിക്കകത്ത് ഇന്ന പോലൊരു വിഷയമുണ്ട് എന്ന് സെക്രട്ടറി അറിയുകയാണെങ്കിൽ, പിണറായി വിജയൻ്റെ ശ്രദ്ധയിൽ ആ വിഷയം എത്തുകയാണെങ്കിൽ, അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്തിന് അതിനൊരു സൊല്യൂഷൻ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ പോഴ്ത്തുന്നതല്ല. അദ്ദേഹം എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറിക്ക് ആ ഒരു കഴിവുണ്ടായിരുന്നു. ഇപ്പോൾ ശശിയുടെ കാര്യത്തിൽ ശശി പറഞ്ഞ വാക്ക് നമ്മൾ കടമെടുത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ശശി പറഞ്ഞത് പിണറായി വിജയൻ തനിക്ക് പിതൃതുല്യനാണ് എന്ന്. ഇപ്പോൾ രാവിലെ നമ്മൾ കേട്ടൊരു വാർത്തയിൽ VS പക്ഷത്തോടൊപ്പം നിന്ന PK കൃഷ്ണദാസ് എന്ന് പറയുന്ന ഒരു പഴയ MP ഉണ്ട്, CPM കാരനായ. അദ്ദേഹം പറയുന്നത് PK ശശി ഇപ്പോഴും CPM കാരനാണ്, അദ്ദേഹം CPM വിട്ടു പോയിട്ടില്ല. CPM-ന് പാലക്കാട് ഈ കാണുന്ന തരത്തിലുള്ള വിഭാഗീയത അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ കാരണക്കാരനാണെന്ന് വെച്ചാൽ ഈ മുഖ്യമന്ത്രി തന്നെയാണ്. നമ്മൾ ഇന്നലെയും പറഞ്ഞു, ഈ പാർട്ടി പിടിക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പം അദ്ദേഹം ബ്രാഞ്ച് സെക്രട്ടറികളെ, അതായത് പാർട്ടിക്കകത്തുള്ള വിഷയങ്ങൾ കണ്ട്, ഇപ്പോൾ ബ്രാഞ്ചിലെ വിഷയമാണെങ്കിൽ ബ്രാഞ്ച് സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഒക്കെ കണ്ട് സൊല്യൂഷൻ ഉണ്ടാക്കുന്നതിന് പോലെ പാർട്ടി പിടിക്കുന്നതും അദ്ദേഹം അങ്ങനെയാണ്. പാർട്ടി പിടിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് പാലക്കാട് അദ്ദേഹം VS-ൻ്റെ ശക്തി കേന്ദ്രമായ പാലക്കാട് അദ്ദേഹം 7 കീറാക്കി കൊടുത്തു. അങ്ങനെയാണ് ഈ ശശി അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നത്. പിതൃതുല്യനാണ് പിണറായി എന്ന് ശശി പറയുമ്പോൾ ശശി എന്തൊക്കെയോ മനസ്സിൽ കാണുന്നുണ്ട്. ശശിക്ക് ചില വാഗ്ദാനങ്ങൾ പിണറായി പാർട്ടിപരമായിട്ടുള്ള ചില വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടാകാം. ഇത് KTDC എന്ന് പറയുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച് അംഗത്തിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ശശി നേരത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ആളാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന സമിതിയുടെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിനെ തരം താഴ്ത്തി ഈ പാർട്ടിക്കകത്ത ഫണ്ട് പിരിവും ചില അനധികൃത പിരിവുകൾ, അത് എവിടെ ഇപ്പം ധനരാജൻ്റെ ഫണ്ട് പിരിച്ച വിഷയം പയ്യന്നൂരില്ലേ, അതുപോലത്തെ വിഷയമാണ്. അത് ഇവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഗോവിന്ദനാണ് തന്നെ വേദനിപ്പിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം പ്രസക്തമാവുകയാണ്, അത് വെറുതെ ആകില്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇതിന്റെ ഇപ്പോൾ പാലക്കാട് ഇദ്ദേഹം പാർട്ടി വിട്ട്, എനിക്ക് തോന്നുന്നു അദ്ദേഹം പാർട്ടി വിട്ട് പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഞാൻ ഇവിടെ മറ്റൊരു കാര്യം പറയാം. ഇതുപോലെ തന്നെ ഇപ്പോൾ ഐഷ പോറ്റിയുടെ, അല്ലെങ്കിൽ ഐഷ പോറ്റിയെ മാറ്റി നിർത്താം, ഈ PK ശശിയുടെ കാര്യത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെ ഒരു ചിന്ത, അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും അങ്ങനെ ഒരു സംസാരം ഉണ്ടായതുകൊണ്ടായിരിക്കാം UDF-ലേക്ക് പോകാനുള്ള സാധ്യതകൾ തുറന്നു വെക്കുന്നത്. ഐഷ പോറ്റിയുടെ കാര്യത്തിൽ നമ്മൾ ഇവിടെ നിന്നും, അതായത് നേഷൻ ഫസ്റ്റിൽ നിന്നും 1 വർഷം മുൻപ് ഐഷ പോറ്റി ഇന്റർവ്യൂ ചെയ്ത സമയത്ത് അവർ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഇപ്പോഴും CPM-ൽ തന്നെ തുടരുകയാണ്, തൽക്കാലം കോൺഗ്രസിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം എത്തിയിട്ടില്ല എന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു ഐഷ പോറ്റിയുടെ കോൺഗ്രസ് പ്രവേശനം നമ്മളെല്ലാവരും വാർത്തകളിലൂടെ അറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നിയിരുന്നില്ല, കാരണം അങ്ങനെ ഒരു കിംവദന്തി നേരത്തെ തന്നെ പടർന്നിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഇപ്പോൾ PK ശശിയുടെ കാര്യത്തിലും പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല, കോൺഗ്രസിലേക്ക് പോകുമെന്നുള്ള തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നത്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ PK ശശി കോൺഗ്രസിലേക്ക് പോയി എന്നുള്ള വാർത്ത വന്നാൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ചേട്ടൻ എത്രയൊക്കെ PK ശശി പോകില്ല എന്ന് പറഞ്ഞാലും പാർട്ടിക്കകത്ത് അതൃപ്തി ഉണ്ട് എന്നുള്ളത് അദ്ദേഹം തന്നെ പരസ്യമായി പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണല്ലോ പുതിയൊരു പാർട്ടിയുടെ രൂപീകരണത്തെ കുറിച്ച് പോലും സംസാരമുണ്ടായത്. അങ്ങനെ പാർട്ടി രൂപീകരിച്ചാൽ തീർച്ചയായിട്ടും UDF മുന്നണിയോടൊപ്പം ആയിരിക്കും. അല്ല, അദ്ദേഹം പാർട്ടി രൂപീകരിക്കാൻ അദ്ദേഹം ആ പാർട്ടി പോവില്ല. ഞാനിപ്പോൾ പറയുന്നത് വെച്ചാൽ CPM-ന്റെ ഒരു അടവ് നയം ഇതിനകത്ത് കാണുന്നുണ്ട്. കാര്യം അത് പിണറായി തന്നെ കളിക്കുന്ന ഒരു ഗെയിം ആയിക്കൂടുന്നില്ല. കാര്യം പിണറായി വളർത്തിയ ഒരു വേള തനിക്ക് പാർട്ടി പിടിക്കാനായി വളർത്തിയ ഒരു നേതാവാണ് ശശി. ശശിക്കെതിരെ സ്ത്രീ വിഷയ സംഭവം എന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ. അന്നും പിണറായി തന്നെ അന്വേഷണ കമ്മീഷനെ വെച്ചതും ഇപ്പോൾ AK ബാലനെ പോലെയുള്ള പാലക്കാടുള്ള വലിയ മുതിർന്ന നേതാക്കളൊക്കെ സംരക്ഷിച്ച ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ കൃഷ്ണദാസിനെ പോലെ VS-നൊപ്പം നിന്ന ഒരു നേതാവ് പറയുകയാണ് അദ്ദേഹം പാർട്ടി വിട്ട് പോയിട്ടില്ല, അദ്ദേഹം ഇപ്പോഴും പാർട്ടിയുടെ ഭാഗമാണെന്ന്. അദ്ദേഹം അവരവിടെ ഈ പറയുന്ന പ്രസ്തുത വ്യക്തി ഈ ശശി മാറിയില്ലെങ്കിൽ തന്നെയും അവിടെ പാർട്ടിക്കകത്ത് ഭയങ്കരമായ വിഷയങ്ങളുണ്ട്. ഒരു കൂട്ടം പേര് തങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നുണ്ട്. സുരേഷ് ബാബു എന്ന് പറയുന്ന ഒരു ജില്ലാ സെക്രട്ടറി ഇപ്പോൾ അവിടെ ഉണ്ട്. അവരടങ്ങുന്നവരാണ് തങ്ങളാണ് പാർട്ടിക്കാരെന്ന് പറയുന്നത്. സരീനെ സ്ഥാനാർത്ഥി ആക്കിയതിൽ ഏർപ്പുള്ളവരുണ്ട്.
അതെ. സരിൻ കോൺഗ്രസിൽ നിന്ന് സരിനെ ആക്കിയതാണ്. അപ്പോൾ ഇതിന് ഈ പാലക്കാട് മാങ്കൂട്ടത്തിനെതിരെ മത്സരിച്ച സരിൻ അവിടെ. അപ്പോൾ ഇവർക്ക് ഈ പാർട്ടിക്കകത്ത് ഭയങ്കരമായ ഉൾപാർട്ടി രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. കേവലം ഒരു ശശി മാത്രമല്ല, ശശിയെ കുറ്റം പറഞ്ഞതിൽപ്പെട്ട ആൾ ആർഷോ വരെയുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ശശി എന്ന് പറയുന്നത് മാത്രമല്ല പാലക്കാട് ഭയങ്കരമായ വിഷയമാണ്. അപ്പൊ ഈ ഇലക്ഷനിൽ ശശി മാറിയാലും ഇല്ലെങ്കിലും അവിടെ ഒരു വേറൊരു ഘടകം, വേറൊരു സംഘം CPM-നകത്തുള്ള അസംതൃപ്തര് ഒരു സംഘടന അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ശശി പോകില്ല, പക്ഷേ ഭാഗികമായി ശശിയുടെ പിന്തുണ ഉണ്ടാവും. അവിടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവും. അത് UDF-ഉമായി കോംപ്രമൈസ് ഉണ്ട്. UDF ആയിരിക്കും ചിലപ്പോൾ ആ സ്ഥാനാർത്ഥിയെ സപ്പോർട്ട് ചെയ്യുന്നത്, അവരുടെ പാർട്ടി. പക്ഷെ ശശി പോകാനുള്ള സാധ്യത ഉണ്ടാവില്ല. ശശി പുറമേ നിന്ന് കളിക്കും. ശശിക്ക് അതിനുള്ള കഴിവുണ്ട്. ശശി വെറുതെ ഒന്ന് പറഞ്ഞാൽ മതി, വെറുതെ ഒന്ന് നോക്കിയാൽ മതി, കുറേയധികം വോട്ടെങ്കിലും ഈ പറയുന്ന ഷൊർണൂരാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയാകാൻ മോഹിക്കുന്നത്, അല്ലേ? ഒറ്റപ്പാലത്തോ ഷൊർണൂരോ ആണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ ഈ പറയുന്ന പോലെ ഈ രണ്ട് സ്ഥലത്തും CPM-ന് ആൾക്കാരുണ്ട്, CPM-ന് സ്ഥാനാർത്ഥികളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യതയില്ല. ആർഷോ പോലുള്ള നേതാക്കളെ എന്തുകൊണ്ട് കൂടുതൽ ഘടിപ്പിക്കാത്തെന്നറിയാവോ? പിണറായി വിജയനുമായി ശശിക്ക് ഇപ്പോഴും ടൈപ്പുണ്ട്. പിണറായി വിജയൻ അദ്ദേഹത്തിന് KTDC ചെയർമാൻ ആക്കിയത് ആരാണ്? സംസ്ഥാന ഘടകമാണ്. അദ്ദേഹം വെറും ഒരു ബ്രാഞ്ച് അംഗമാണ്. വെറും ഒരു ബ്രാഞ്ച് അംഗത്തിനെ അങ്ങനെ അങ്ങ് ഒരു ഉയർന്ന തലപ്പത്തുള്ള ഒരു പോസ്റ്റിലൊന്നും KTDC ചെയർമാനൊന്നും ആക്കില്ല. പിണറായി പറഞ്ഞു ആക്കാനായിട്ട്. പിണറായി ഒരിക്കൽ ഗൾഫിൽ പോയ സമയത്താണ് ശശി ഈ പറയുന്ന ലീഗുമായിട്ട് ഒക്കെ വേദി പങ്കിട്ട, ഓർമ്മയുണ്ടോ? എന്നിട്ട് പിണറായി ഗൾഫിൽ നിന്ന് വിളിച്ചു ശശിയെ. അങ്ങനെ കഥയുണ്ട്. ശശിയെ വിളിച്ചു. അത്ര ബന്ധമാണ്. ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം സംഘടന നയിച്ച സമയത്ത് അദ്ദേഹത്തിന് ചില നേതാക്കളുമായി ഭയങ്കരമായ അടുപ്പാണ്. ആ ഇഴയടുപ്പം പെട്ടെന്നൊന്നും ഖണ്ഡിക്കാൻ കഴിയില്ല. ഇപ്പോൾ എനിക്കിവിടെ എൻ്റെ സൗഹൃദത്തിൽ ഇവിടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ട്. ഞാൻ ഈ സൗഹൃദം വിട്ട് വേറൊരിടത്തേക്ക് പോകാൻ പോകുന്നെങ്കിൽ എൻ്റെ കാൽ അങ്ങോട്ട് വെച്ചെങ്കിലും എന്നെ ഈ സുഹൃത്ത് വിളിച്ചിട്ട് എടാ നീ പോകരുത് എന്നൊരു വാക്ക് പറഞ്ഞാൽ എൻ്റെ അവിടെ വെച്ച കാലം ഞാൻ തിരിച്ചു വെക്കും. അതാണ് സൗഹൃദത്തിന്റെ ഒരു ഇത്. അപ്പൊ അത് പക്ഷേ എത്രയൊക്കെ സൗഹൃദമാണെങ്കിലും അധികാരമോഹം തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അധികാരമോഹം ഉണ്ടാകും. ഇപ്പോൾ PK ശശിക്കാണെങ്കിലും സ്ഥാനാർത്ഥിത്വത്തോടുള്ള മോഹം കൊണ്ടാണ് ഇപ്പോൾ P സരിനെയൊക്കെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ കൃത്യമായി PK ശശിക്ക് അതൃപ്തി ഉണ്ട് എന്നുള്ളത് നമുക്ക് പോയിട്ട് സെൽവരാജ് എന്തായി? ഹർഷ, നെയ്യാറ്റിങ്കര സെൽവരാജ് പോയി. സെൽവരാജിന് ഇപ്പൊ ആർക്കെങ്കിലും അറിയാവോ? പറ. നെയ്യാറ്റിങ്കര സെൽവരാജ് എന്ന് പറഞ്ഞാൽ CPM-ന് ഒരു കുഴപ്പമുണ്ട്. CPM എന്ന് പറയുന്ന പാർട്ടി ഒരാൾ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ജനപ്രിയരാണെങ്കിൽ അവർ വിടാതെ ദ്രോഹിക്കുന്ന ഒരു സ്വഭാവം CPM-നുണ്ട്. അതുണ്ട്. അത് അവരുടെ മർക്കടമുഷ്ടി അവരുടെ ഉടനീളം ആ സംഘടനയിലുണ്ട്. ഇപ്പൊ നമ്മൾ എത്ര നേതാക്കൾ നമ്മൾ കണ്ടു. സുരേഷ് കുറുപ്പ്, അദ്ദേഹത്തിന് ഇവർ വിടാതെ വേട്ടയാടി. PK ശശി ഇവിടെ നിന്ന് പോകാത്തത് ഭയം കൊണ്ടാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ചിലപ്പോ ഭയമെന്നല്ല, പിണറായി വിജയൻ എന്ന നേതാവ് നമുക്കറിയാൻ കഴിയില്ല. നമ്മൾ ഇത്രയും കുറ്റം പറയുമ്പോഴും എന്തൊക്കെയോ ചില ഗുണങ്ങൾ പാർട്ടിയുള്ളവർ അദ്ദേഹത്തിൽ കാണുന്നു. ഞാൻ ആരാധകരൊന്നുമില്ല. ഞാൻ ഇന്നലെയും എൻ്റെ അടുത്ത് നിന്ന് പലരും ചോദിച്ചു നിങ്ങൾക്ക് ഇത്ര വിരോധം അദ്ദേഹമായിട്ട്? സംഘടനയെ ഒരു പരിധി വരെ നിർത്തിയ ഒരാൾ എന്ന രീതിയിൽ. കാരണം എന്തുകൊണ്ട് CPM മറ്റൊരു പേര് പറയുന്നില്ല? പറയാനില്ല. അതെ, പറയാനില്ല. അതിനുശേഷം ശൂന്യതയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പേടിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചിലപ്പോൾ പേടിയായിരിക്കാം. കാര്യം അങ്ങനെ ഒരു മുഖം ഈ പാർട്ടിക്കുണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ശശി ഒരു ശക്തിയാണ് എന്ന് CPM ധരിക്കുന്നുണ്ട്. ശശി വിചാരിച്ചാൽ കുറേയധികം വോട്ട് പോകുമെന്നൊരു പേടി അവർക്കുണ്ട്. അതുകൊണ്ടായിരിക്കാം ശശി ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നത് എന്ന് നമുക്ക് കരുതാം. പക്ഷെ അറിയില്ല. ഇപ്പോൾ ഹർഷ പറഞ്ഞ പോലെ അധികാരമോ പക്ഷെ അതങ്ങനെ പെട്ടെന്ന് സംഭവിക്കുമോ അറിയില്ല. നമുക്ക് നോക്കാം.